ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കുന്നത് സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മൾ ജനാധിപത്യ സമൂഹം. പക്ഷേ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് പുറത്താക്കാൻ കഴിയുന്നത് അദ്ദേഹം നമ്മുടെ വിശ്വാസത്തെ തള്ളിക്കളയുക. ഇനി അദ്ദേഹത്തിന് വിശദീകരണം ആവശ്യമില്ല. അദ്ദേഹം പ്രസ്ഥാനത്തെയോ നേതാക്കന്മാരെയോ വിമർശിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാതെ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യത്തിന് ഇട കൊടുക്കാതെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയ കാര്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. അതല്ല നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല, ഇത് അപ്ഡേറ്റ് ചെയ്തില്ല. രഹസ്യമായി വെച്ചു. ഈ വീഡിയോയിലുള്ള ആരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല. അതിനാൽ തന്നെ ആരെയും വ്യക്തിപരമായി എതിർക്കേണ്ടതായോ അനുകൂലിക്കേണ്ടതോ ആയ ആവശ്യവും എനിക്കില്ല. എന്നാൽ പൊതുജന മധ്യത്തിലേക്ക് ഇത്തരം ഒരു കണ്ടൻ്റുള്ള വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമതായി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത കാര്യങ്ങളും അതിൻ്റെ രീതിയുമൊന്നും IPC കേരള സ്റ്റേറ്റ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം പുലർത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം സഭയുടെ ചില സാമ്പത്തിക വിശദാംശങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പരസ്യമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. അത് സഭയ്ക്കും സഭാവിശ്വാസികൾക്കും പൊതുസമൂഹത്തിൽ മാന്യത കുറയ്ക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതൊക്കെ IPC പ്രസിഡൻറ്റും ജനറൽ കൗൺസിലും കേരള സ്റ്റേറ്റിൻ്റെ അധികാരികളും തമ്മിൽ നേരിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ അല്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്ത് വിശ്വാസികളുടെയും സഭയുടെയും മാന്യതയ്ക്ക് ക്ഷതമേൽപ്പിച്ചു എന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി. ഈ വിഷയങ്ങൾ കൂടുതൽ സ്വകാര്യമായി പരിഹരിക്കുന്നതായിരുന്നു നല്ലത്. ഇക്കാര്യത്തിൽ പാസ്റ്റർ KV തോമസിനുണ്ടായ കുറവ് തന്നെ നിങ്ങൾക്കുമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് വിശുദ്ധി നടിക്കുന്ന കുറേ പരീശന്മാരെയാണ് വിശ്വാസികൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒട്ടകത്തെയൊക്കെ പുഷ്പം പോലെ വിഴുങ്ങിയിട്ട് കൊതുകിനെ അരിച്ചു നീക്കുന്ന ഒരു പ്രവണത. രണ്ടാമതായിട്ട് സഭയുടെ വെബ് പോർട്ടൽ മാനേജ് ചെയ്ത കാര്യമാണ്. ആ കാര്യത്തിലും ഈ അധികാരികൾക്ക് വ്യക്തമായ വീഴ്ച പറ്റി എന്നാണ് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്നത്. അതായത് 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു ചെയ്ത വെബ് പോർട്ടൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുവാൻ അറിയാത്തവർ എന്ന് സ്വയം പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. സത്യത്തിൽ അതിൻ്റെ രജിസ്ട്രേഷനിൽ ഉപയോഗിക്കേണ്ട മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ പ്രസിഡൻറ്റിൻ്റെയോ സെക്രട്ടറിയുടെയോ ഒക്കെ കൈവശമായി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതൊരിക്കലും ഓഫീസ് മാനേജർക്ക് കൊടുക്കേണ്ടതായിരുന്നില്ല. മാത്രമല്ല, വെബ്സൈറ്റിൻ്റെ ഫുൾ അഡ്മിൻ ആക്സസ് ഒരു ശമ്പളക്കാരൻ ഓഫീസ് മാനേജർക്ക് കൊടുക്കുക എന്നത് എത്രയോ ബാലിശമായതും അറിവില്ലാത്തതുമായ നടപടിയാണ്. ഒരു ഓഫീസ് മാനേജർക്ക് വളരെ ലിമിറ്റഡായ അഡ്മിൻ ആക്സസ് മാത്രമേ കൊടുക്കാമായിരുന്നുള്ളൂ. അതുമാത്രവുമല്ല, എല്ലാ മാസവും ഫുൾ വെബ്സൈറ്റ് ബാക്കപ്പ് എടുത്ത് വയ്ക്കുവാനുള്ള ക്രമീകരണവും ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ അത് സൈബർ സെല്ലിലൊക്കെ പറഞ്ഞ് ശരിയാക്കാനുള്ള കാര്യമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, വെബ്സൈറ്റ് ഡിസൈൻ കമ്പനി തന്നെ സൈറ്റ് മാനേജ് ചെയ്യുമായിരുന്നല്ലോ. എന്തായാലും ഈ അധികാരികൾക്ക് അവരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ച വിശ്വാസികൾ പ്രതീക്ഷിച്ച കാര്യക്ഷമതയും പക്വതയും പരിജ്ഞാനവും ഇല്ല എന്ന് വ്യക്തമായി. മൂന്നാമതായി, പാസ്റ്റർ KV തോമസിനെ പുറത്താക്കിയ രീതിയിലും ഒരു ആത്മീയമായ പ്രൊഫഷണലിസം ഇല്ല എന്ന് വ്യക്തമാണ്. ഒന്നാമതായി, അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതായിരുന്നു. കൊടുത്തോ എന്നെനിക്കറിയില്ല. പക്ഷേ അവർ ഇവിടെ അദ്ദേഹത്തെ പുറത്താക്കാൻ പറയുന്ന ന്യായത്തിൽ
യുക്തി കാണുന്നില്ല. യൂട്യൂബിലെ അദ്ദേഹത്തിൻ്റെ 4 വീഡിയോയും ഞാൻ കണ്ടതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലൊന്നിലും അദ്ദേഹം പരിശുദ്ധാത്മാ സ്നാനത്തിനെതിരായോ പരിശുദ്ധാത്മാ അഭിഷേകത്തിനെതിരായോ പരിശുദ്ധാത്മ നിറവിനെതിരായോ അന്യഭാഷയ്ക്കെതിരായോ പറഞ്ഞിട്ടില്ല. മറിച്ച് അഴിമതിക്കാരായ ചില നേതാക്കൾ പറയുന്ന അന്യഭാഷ കള്ള അന്യഭാഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ശരിയായ അന്യഭാഷ ഇല്ല എന്നോ എല്ലാ പാസ്റ്റർമാരും പറയുന്ന അന്യഭാഷ തെറ്റാണെന്നോ അദ്ദേഹം പറയുകയോ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഈ വിഷയം നേരിട്ട് ചോദിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ അഴിമതിക്കാരായ അത്തരം നേതാക്കൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്ന അന്യഭാഷ കള്ള അന്യഭാഷ അല്ല എന്ന് തെളിയിക്കണം. അത് ചെയ്യാതെയും പാസ്റ്റർ KV തോമസ് പറഞ്ഞതിൻ്റെ ന്യായം നേരിട്ട് വിചാരണ ചെയ്യാതെയും വയോധികനായ ഈ പാസ്റ്ററെ പുറത്താക്കിയതിലുണ്ടായ മനോവ്യസനം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഏതൊക്കെ പ്രസ്താവനകളാണ് ബൈബിളിൻ്റെയോ IPCയുടെയോ ഉപദേശത്തിനും വിശ്വാസ പ്രമാണത്തിനും എതിരായത് എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം കടമ പുറത്താക്കിയവർക്കുണ്ട്. അത് ന്യായമായിട്ടും പുറത്താക്കിയവർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പാസ്റ്റർ KV തോമസ് എന്ന ഒരു വ്യക്തിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പരസ്യമായി യൂട്യൂബ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഒരു കൂട്ടം സഭാ അധികാരികൾ ഒരുമിച്ചിരുന്ന സഭയുടെ കാര്യങ്ങൾ പരസ്യമായി യൂട്യൂബിൽ പറയുന്നത്? ഏതാണ് കൂടുതൽ കുറ്റകരം എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. പാസ്റ്റർ KV തോമസ് കാണിച്ച ഔചിത്യക്കുറവ് ഈ അധികാരികളും കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ KV തോമസ് ദൈവസന്നിധിയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടേക്കാം. കാരണം അദ്ദേഹം ബൈബിളിൻ്റെയോ IPCയുടെയോ ഉപദേശത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ അനുമാനം അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് രേഖാമൂലം വ്യക്തമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ. ഏതായാലും ഈ ഇരു കൂട്ടരെയും ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഈ കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്ത രീതികളിൽ അല്പം കൂടി പക്വതയും കാര്യക്ഷമതയും വിശ്വാസികൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി എല്ലാവരും തിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ. പിന്നെ പാസ്റ്റർ KV തോമസിനെ പുറത്താക്കിയ അതേ മാനദണ്ഡങ്ങൾ വെച്ച് അളന്നു നോക്കിയാൽ പുറത്താക്കിയവരെ പുറത്താക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതേക്കുറിച്ച് അറിവുള്ളവർ വിലയിരുത്തട്ടെ.